2047 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് $30 ട്രില്യൺ മാറും എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വീക്ഷണം അങ്ങനെയാണ്. അതിന് വേണ്ടുന്ന നടപടികളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലുടനീളം ചെയ്തു പോന്നിട്ടുള്ളത്. ഇപ്പോൾ അത് ചിലർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നോക്കുമ്പോൾ അതിലേക്ക് വലിയൊരു ചുവടുവയ്പ് കൂടി വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ട്രംപ് പല വഴിക്ക് നമ്മളെ അടിച്ചു വീഴ്ത്താൻ നോക്കുന്നു, പക്ഷേ നമ്മൾ സടകുടഞ്ഞ് എണീക്കുന്നുണ്ട്, നമ്മളെ തളർത്തിയിടാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ എത്തുന്നുണ്ട്, ഇവിടേക്ക് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നു. കൂടെ തന്നെ അത് പുടിൻ എത്തുന്നതിന് മുമ്പാണ് കീർ സ്റ്റാർമർ ഇവിടെ എത്തുന്നത് എന്നുള്ള ഒരു സവിശേഷത കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ GDP അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത് നമ്മൾ ഈ പറഞ്ഞ വികസന കാഴ്ചപ്പാടിലേക്ക് പോകുന്നതിനുള്ള മറ്റൊരു മുതൽക്കൂട്ടായി മാറില്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളെ പഠിക്കുന്നത് നമുക്കപ്പുറം ദേശരാജ്യങ്ങളാണ്. ഈ പറയുന്ന പോലെ അമേരിക്ക പഠിക്കും, ലോകത്തെല്ലാ രാജ്യങ്ങളും പഠിക്കും. പഠിച്ചതിന് ശേഷിച്ചായി പണിയും കൊണ്ടും വരുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പം പണി പലവട്ടം പല രീതിയിൽ വട്ടം നിന്ന് നടത്തുന്നുണ്ട്. അത് നമുക്കവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ GDP ഗ്രോത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും നമ്മളെ കളിയാക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ GDP ഗ്രോത്ത് ഈ പറയുന്ന ഈ 2047 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 30 ട്രില്യൺ ഉള്ളിലേക്ക് വരും എന്ന് പറയുമ്പോൾ, പിന്നെ പോടാ വരുമോ, ഇപ്പോൾ തന്നെ 4.6% അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ, അവർക്ക് വേറൊരു രീതിയിലുള്ളൊരു ആശ്വാസം കൂടിയാണ്. അത് ഒരിക്കലും ഈ പറയുന്നത് കേൾക്കാൻ പോലും ഉള്ള മാനസികാവസ്ഥ ഇല്ലാത്ത ആൾക്കാർ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട്. അവരാണ് ഈ പറയുന്ന കമൻറ്റുമായിട്ടൊക്കെ വരുന്നത്, ഓടെ പുല്ലിയെന്നൊക്കെ പറഞ്ഞ്. കാരണം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 65 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ ഈ GDP ഗ്രോത്ത് $2 ട്രില്യൺ ആയിരുന്നത് 2014 തൊട്ട് ഈ 10 കൊല്ലത്തെ GDP ഗ്രോത്ത് $2.5 ട്രില്യൺ അപ്പം 65 കൊല്ലത്തെ വളർച്ച 10 കൊല്ലം കൊണ്ട് ഒരു രാജ്യത്തിനകത്ത് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. മനസ്സിലാകുന്നുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു വലിയ റിപ്പോർട്ട് നമ്മുടെ അടുത്തല്ല, IMF കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ വലിയ വലിപ്പത്തിലാണ്. കാരണം ആർക്കും തടയാൻ പറ്റാത്ത സ്പീഡിലേക്ക് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് പോകുന്നതിന് അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റ് അമേരിക്ക 1.5%, ചൈന 3.5% ഒക്കെ വളർച്ച പുരോഗതി ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ ഏതാണ്ട് 6.5% നമ്മുടെ വളർച്ച പോവുകയാണ്. മാത്രമല്ല ഇതൊക്കെ അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ 7% വളർച്ച, ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ 7% വളർച്ച അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് 11 കൊല്ലം കൊണ്ട് നടക്കും. അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കുതിച്ചുചാട്ടം ഇന്ത്യ നടക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന ഈ പറയുന്നത് പോലെയുള്ള പുരോഗതി, അത് മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ, IT മേഖലയുടെ കാര്യത്തിൽ, AI മേഖലയുടെ കാര്യത്തിൽ, സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ, ബഹിരാകാശത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഈ പറയുന്ന 29-40 ഇടയ്ക്കുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2030 ആകുമ്പോഴത്തേന് ഇവരുടെ ഒരു വർക്കിംഗ് ഗ്രോത്ത് ഏതാണ്ട് 100 കോടിക്കകത്ത് വരുന്നതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 7% വളർച്ച അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് പോയിൻ്റ് സ്പീഡെന്ന് പറയുമ്പോൾ 11 കൊല്ലം കൊണ്ടാണ് 7% വളർച്ചയിലേക്ക് പോകുന്നത്. അതേസമയം ഇപ്പോഴത്തെ അമേരിക്കയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി 2% വർദ്ധിക്കണമെങ്കിൽ 30 കൊല്ലം എടുക്കുമെന്ന് പറയുന്നു. ഇതുപോലെ തന്നെ 30 കൊല്ലം എടുക്കും ചൈനയുടെ ഇപ്പോൾ ഉള്ളതിനകത്ത്, അല്ലെങ്കിൽ 2% എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ ഈ ട്രംപിന് തലയ്ക്ക് വട്ട് പിടിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇതിൻ്റെ പോക്കം കൊണ്ട് സ്പീഡിലുള്ള നിസ്സാര പോക്കല്ല. അപ്പം ഈ നിസ്സാര പോക്കലെന്ന് പറഞ്ഞാൽ ഇവർ പഠിക്കുമ്പം ഇവരുടെ കൂടെ ഇപ്പോൾ ഇവർ മത്സരിച്ച്, അല്ലെങ്കിൽ ഇവരുടെ പുറകിൽ നിൽക്കുന്ന 20 ട്രില്യൺ നിൽക്കുന്ന ചൈനയും 30 ട്രില്യൺ നിൽക്കുന്ന അമേരിക്കയും, ഇവർ 25 കൊല്ലം കൊണ്ട് ഒരു പക്ഷേ നേടിയെടുത്ത അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഇന്ത്യ 5 കൊല്ലം കൊണ്ടാണ് വരുന്നത്. 65 കൊല്ലം കൊണ്ട് 2 ട്രില്യണിൽ നിന്ന് 10 കൊല്ലം കൊണ്ട് 2.5 ട്രില്യണിലേക്ക് ഒരു രാജ്യം കുതിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുതിപ്പൊന്ന് ആലോചിച്ച് നോക്കി. മാത്രമല്ല ഈ 2008 സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായത്, 2018 എനിക്കറിയത്തില്ല, എന്തോലും ആ ഡേറ്റ്, ഇതിനു മുമ്പുള്ള ലോകം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടല്ലോ, ആ ക്രൈസിസിന് ശേഷവും അന്ന് പിടിച്ചു നിന്ന രാജ്യം ഇന്ത്യ. കാരണം അന്ന് പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക്, അതല്ലെങ്കിൽ നമ്മുടെ സഹകരണ സംഘങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ പല ബാങ്കുകളും, ലോകത്തിലെ പല ബാങ്കുകളും തറ വീണപ്പോഴും നമ്മൾ, അമേരിക്ക ഉൾപ്പെടെ തറ നമ്മൾ പിടിച്ചു നിന്നു.
അതിനുശേഷം വേറെ വലിയ കാര്യം ഉണ്ടായി. കോവിഡിന് ശേഷവും ഈ രാജ്യത്തിനകത്ത് മറ്റ് പല രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് പുറകോട്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുറകോട്ട് ആക്കം വന്നപ്പോൾ നമ്മളെ മുന്നോട്ട് വരും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വന്നത് കെയർ സ്റ്റാമർ ഇന്ത്യയിൽ വരുന്നു, അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം, കാരണമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇന്ത്യക്കകത്ത് ഇത്രയും കണക്ക് പറഞ്ഞുകൊണ്ട് ഒരു കണക്ക് കൂടി നമുക്ക് പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ഉണ്ടല്ലോ, ആ രംഗത്ത്, അതായത് പ്രതിരോധ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉള്ള വളർച്ച നമുക്കറിയാം. ഇപ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം എന്ന് പറയുന്നത് 1.27 ലക്ഷം കോടി രൂപയായിട്ട് പുതിയ ഉയരത്തിൽ, റെക്കോർഡിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 2014-15 46,429 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 174% വർധനയാണ് നമ്മൾ രേഖപ്പെടുത്തിയത്. പ്രതിരോധ മേഖലയിലെ കച്ചവടം, അതെ, ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യുദ്ധോപകരണങ്ങളുടെ കാര്യമല്ലേ പറയുന്നത്? അതെ, പ്രധാന നിർമ്മാണ വ്യവസായങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഇപ്പം ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു യുദ്ധോപകരണത്തിന്റെ കാര്യം പറഞ്ഞാൽ, അന്ന് 2010 കൊല്ലത്തിന് മുമ്പ് 600 കോടി രൂപയുടെ മാത്രം യുദ്ധക്കോപ്പുകൾ വിറ്റുകൊണ്ടിരുന്ന ഇന്ത്യ ഇന്ന് ഏതാണ്ട് 30,000 കോടി രൂപയുടെ വിൽക്കുന്നുണ്ട്. അതൊരു 2 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേന് 50,000 കോടി രൂപയുടെയാവും. മനസ്സിലാവുന്നു, 50,000 കോടി രൂപയുടെ. അപ്പം എല്ലാ രീതിയിലും പുരോഗതി. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി UK 30 കൊല്ലം കൊണ്ട് 2 രാജ്യങ്ങൾ തമ്മിൽ യാതൊരു കരാറുണ്ട്, നിങ്ങളെന്ന് ഞങ്ങൾക്ക് വേണ്ടാടി, അല്ലെങ്കിൽ ആ പുച്ഛത്തോടു കൂടി ലോകത്ത് കണ്ടിരുന്ന രാജ്യം ഇപ്പോൾ ഇവിടെ വന്നിട്ട് കരാർ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സാധനം വയ്ക്കാം, നമുക്ക് താരിഫ് വേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. അതിനുശേഷം 2035 എന്ന് പറഞ്ഞാൽ വിഷൻ 2035, അതായത് ഇതിൻ്റെ അകത്ത് ഈ എല്ലാ മേഖലയിലും വിവര സാങ്കേതിക മേഖല, AI മേഖല, IT മേഖല, ബഹിരാകാശ മേഖല, പ്രതിരോധ മേഖല, എല്ലാ മേഖലയിലും പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് തീരുമാനിക്കുന്നു. അതിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് ചർച്ച നടത്തി കരാർ ഒപ്പിട്ടതിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന ഒക്ടോബറിൽ തന്നെ ഇവിടെ വരുന്നു. അതിന് ശേഷം 2056 ബില്യൺ US$ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യവുമായിട്ട് ഈ 2030 ആകുമ്പോഴത്തേന് അതിൻ്റെ ഇരട്ടിയിലേറെ കച്ചവടം നടത്തുന്നതിന് വേണ്ടി പ്ലാനിങ് ഉണ്ടാക്കുന്നു. ഇവിടുത്തെ വ്യവസായികളുമായിട്ട് സംസാരിക്കുന്നു. വലിയ വലിപ്പത്തിൽ എല്ലാ കാര്യങ്ങളും കാത്തു ഇടപെടുന്നു. ഇവിടെ ബ്രിട്ടൻ പ്രധാനമന്ത്രിയാണ്, അമേരിക്കയുടെ സ്വന്തം ആളാണ്. ഇവർ രണ്ടും കൂടെ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവർക്കാണ് ലോകക്രമം, ഇവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം നിർബന്ധമുള്ള രാജ്യമാണ്. ലോകത്താരെയും അംഗീകരിക്കുന്ന രാജ്യമല്ല. ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഉണ്ടായിരുന്നത്. അയാളായപ്പോൾ ഇന്ത്യയുമായിട്ട് കരാർ, ഫ്രീ ട്രേഡ് കരാർ, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ നിൽക്കാമെന്ന് പറയുന്നത്. ഇതിന് ശേഷം പുടിൻ വരുന്നുണ്ട്. പുടിൻ നമ്മുടെ സുഹൃത്താണ്, പിന്നെ ഡിസംബറിൽ വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മുമ്പേ വൃജിത പറഞ്ഞതുപോലെ താലിബാൻ വിദേശകാര്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. താലിബാൻ വിദേശകാര്യമന്ത്രിയെ, താലിബാനെ ലോകത്തെങ്ങും അംഗീകരിക്കാത്ത സമയത്ത് ഇന്ത്യ വിളിച്ചിരുത്തുമ്പോൾ ആ താലിബാന് കിട്ടുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ. നേരത്തെ ഇവർക്ക് വിദേശകാര്യ മന്ത്രിയൊന്നുമില്ല, വിദേശകാര്യ സെക്രട്ടറി ഒക്കെ ഉള്ളത്. കാരണം അത്രയും. അപ്പോൾ അവരെ വിളിച്ചിരുത്തി ഇവിടെ സംസാരിക്കും. എന്തിനാണ്? അവർ നമ്മുടെ കൂടാണ്, നമ്മൾക്ക് അവർ സിന്ധൂരിൻ്റെ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഓർമ്മയുണ്ടോ, ഞങ്ങൾ സിന്ധൂരിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവനെ അടിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യ ഇറങ്ങുന്നതിന് മുമ്പ് ഇവനെ ഞങ്ങൾ അടിക്കും, സിന്ധുവിന് മുമ്പ് എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഇന്ത്യ വേണം. എല്ലാവർക്കും ഇന്ത്യ വേണ്ടതിൻ്റെ കാര്യം എന്ന് പറയും, ഇന്ത്യയോടുള്ള സ്നേഹമൊന്നുമല്ല. എല്ലാവർക്കും ഇന്ത്യ വേണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് കൂടി നിന്നാൽ മാത്രമേ ഇവർക്കൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലൂന്നി, അല്ലെങ്കിൽ എല്ലാ വിധത്തിലും ഒരു നല്ല സുഹൃത്ത്, എല്ലാ വിധത്തിലും ഈ പറയുന്നത് പോലെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇന്ത്യയുടെ കൂടെ നിന്നാൽ നമുക്കും രക്ഷപ്പെടാം, ഇന്ത്യയുടെ കൂടെ നിന്നാൽ നമുക്ക്, അല്ലെങ്കിൽ സഖ്യരാജ്യമായാൽ നമ്മുടെ വേറെ തന്നെ ഉപദ്രവിക്കാൻ മടിക്കും. ഇന്ത്യയുടെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അത് തന്നെയാണ്. അപ്പം ഇത് പുടിൻ ഇവിടെ വരുന്നതിന് നമ്മളുമായിട്ട് പരസ്പരം കരാറിനും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളും, അല്ലെങ്കിൽ മറ്റു താരിഫിൻ്റെ വിഷയങ്ങളും, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അകത്ത് ആ രാജ്യത്തെ നമ്മൾ സഹായിക്കുന്നത് കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരി ഇവിടെ വന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്നു. അതായത് അവരെ സഹായിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യ മാത്രമാണ്. ഇന്ത്യക്ക് അവരെ സഹായിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം അത് പരിഹരിക്കേണ്ട കടമ ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇന്ത്യയെ കൂടെ നിർത്തേണ്ട ആവശ്യം അവർക്കുണ്ട്. ആ രീതിയിലേക്ക്. അപ്പം ഈ പറയുന്ന രാജ്യങ്ങൾ, അതായത് ഈ UK ആയാലും റഷ്യ ആയാലും താലിബാൻ ആയാലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആയാലും എല്ലാവർക്കും ഇന്ത്യയെ കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് സാധ്യമാകുന്ന ഒരു ലോകക്രമത്തിലേക്കും, അത്തരത്തിൽ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ടും, അല്ലെങ്കിൽ നാളെ കാലത്തെ ലോകക്രമത്തിൽ വളരെ സ്പീഡിൽ ഒന്നാമതെത്തുന്ന ഒരു രാജ്യമൊക്കെ ആയിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്.
ഇതിൻ്റെ കൂടെ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് കരാറുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു കരാർ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ഐസ്ലൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ്, മറ്റൊരു രാജ്യം കൂടിയുണ്ട്. അവരാണ് ഇതിലെ അംഗങ്ങൾ. അപ്പോൾ അവരുമായിട്ടും നമുക്ക് ഫ്രീ ട്രേഡ് വരികയാണ്. അപ്പോൾ വരുന്നത് $100 ബില്യൺ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. ഇത് വളരെ നേരത്തെ നമ്മൾ തീരുമാനിച്ചു. ഇതെപ്പോൾ തീരുമാനിക്കുന്നു? താരിഫിൻ്റെ വിഷയത്തിൽ ഇന്ത്യയെ വെല്ലുവിളിച്ച് അമേരിക്ക നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനും നാറ്റോയും അന്ന് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനോടും നാറ്റോയോടും താരിഫ് ഏർപ്പെടുത്തണം, ഞാൻ ഏർപ്പെടുത്തി കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്താണ് അവിടുത്തെ ഈ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഒരു അതിൻ്റെ ഒരു ഇതുണ്ട്, കൂട്ടായ്മയുണ്ട്. അവർ മോദിയുമായിട്ട് ഫോണിൽ സംസാരിച്ചാണ് ഇത് ഒപ്പിടുന്നത്. കാരണം ഈ പറയുന്ന 100 ബില്യൺ അവളുടെ തൊഴിലവസരങ്ങളുടെ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. വലിയ വലിപ്പത്തിലുള്ളൊരു ഇതാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇന്ത്യയെ മാറ്റി നിർത്തി ഒരു കച്ചവടമോ ഒരു കമ്പോളോ ഇത് നടക്കുന്നില്ല. കാരണം അത്രയ്ക്ക് വലിയ ആഭ്യന്തര വിപണിയാണ്. ലോകത്തിൻ്റെ ഫാക്ടറിന്ന് ചൈന അറിയപ്പെടുന്നത് ആ പേര് ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് മാറുകയാണ്. മേക്കിംഗ് ഇന്ത്യ വേണ്ട, മെയ്ഡ് ഇൻ ഇന്ത്യ മതിയെന്ന് ഇന്ത്യ തീരുമാനിക്കുമ്പോൾ ഓക്കെ, ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവച്ച് കമ്പനി നടത്തി സാധനങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തോളാം, നിങ്ങളുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് അതിൻ്റെ പുറത്ത് എഴുതിക്കോളാം, ഞങ്ങൾക്കത് വിഷയമല്ല. പണ്ട് മെയ്ഡ് ഇൻ ജപ്പാൻ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിൽ ഇപ്പം നോക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്നാണ് ലോകം നോക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ സാധനം വിൽക്കുക. മനസ്സിലാവുന്നതാണ്. നമ്മുടെ പേരും നമ്മുടെ രീതികളൊക്കെ അത്ര മാറി. അപ്പം ഈ രാജ്യത്തെ ആവശ്യമുണ്ട് എല്ലാവർക്കും, അതാണ് വിഷയം. എവിടെ നോക്കിയാലും ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറയുന്നത് പണ്ട് അതിൻ്റെ താല്പര്യമില്ലാതെ നിന്നതിൻ്റെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യക്കകത്തെ ആഭ്യന്തര വിപണി അത് വലിയ വലിപ്പത്തിലാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ ലോകം നിൽക്കുന്നു. ആ സമയത്തായി ട്രംപ് കാണിക്കുന്ന വിഡ്ഢിത്തം. അപ്പം തന്നെ ലോകക്രമത്തിൽ നമ്മുടെ കൂടെ അല്ലേ ലോകക്രമം, അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്തോട് ലോകക്രമം വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്തോ? ലോകത്തിൻ്റെ നിറയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ എത്തിച്ചേരും എന്നുള്ള വിശ്വാസം ഇന്ത്യക്കകത്തുള്ളവന് മാത്രമാണ് ഇപ്പോൾ ഇല്ലാത്തത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം.